അസ്സലാമു അലൈക്കും. പിശാചിനെ ഓടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ബൈബിള് പറയുന്നു, വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. ഏതാണ് ആ മാർഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ബൈബിളിൽ നിന്ന് യാക്കോബില് 4:7 പറയുന്നത്, ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ പറയുന്നത് ദൈവത്തിന് കീഴടങ്ങാൻ, എന്നാൽ നിങ്ങളെ വിട്ടിട്ട് പിശാച് ഓടിപ്പോകുന്നു. ഈ ദൈവത്തിന് കീഴടങ്ങാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ആ ദൈവത്തിൽ നിന്നുള്ള ഓർമ്മകൾ പോലും ഇല്ലാണ്ടാക്കാൻ കഴിയുന്ന ഈ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊരുപാട് കാരണങ്ങൾ നമുക്ക് ചുറ്റിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിച്ചിട്ട് അതിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പിശാച് നമ്മളിൽ നിന്ന് ഓടിപ്പോകുന്ന പറയും. അതിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ പിശാച് കരയും ഓടിപ്പോകുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആയത്തിൽ കുറിച്ചിയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും. സൃഷ്ടാവിന്റെ എല്ലാ രഹസ്യവും നമ്മൾ മനസ്സിലാക്കി എന്നത് പിശാച് അറിയുന്ന ഒരു സമയമാണ്. ആ സമയം പിന്നെ പിശാചിന് അവിടെ രക്ഷയില്ല. അതേ കാര്യമാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. ദൈവത്തിൽ കീഴടങ്ങുകയെന്ന്, നമ്മളെ ജീവൻ നിലനിർത്തുന്ന, നമ്മളെ ഹൃദയത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പ്രപഞ്ചത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ ആ ഒരു സൃഷ്ടാവിൽ നമ്മൾ കീഴടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ അതിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അതിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ സ്വമേധെ പാപങ്ങളിൽ നിന്ന് അകലും. ആ സത്യം നമ്മൾ ശരീരത്തിൽ തെളിവുകൾ ഉള്ളത് കൊണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ വിട്ട് പിശാച് ഓടിപ്പോകുന്ന പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മളെ തടയാൻ പിശാചിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളെ തടയാൻ കഴിയും. അതിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ആദ്യം ആത്മവിശ്വാസം വേണം. നമ്മളെ ഹൃദയത്തെയാണ് നമ്മൾ ആദ്യം ഉറപ്പിച്ചു നിർത്തേണ്ടത്. ഇനി അതുമായി ബന്ധപ്പെട്ട ബൈബിളിലെ ചില വചനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. സങ്കീർത്തനം 121. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിൽ നിന്ന് വരുന്നു. ഈസാ നബി പറയുന്നത് എന്റെ സഹായം ആകാശഭൂമി ഉണ്ടാക്കിയ സൃഷ്ടാവിൽ നിന്നാണ് വരുന്നത് എന്ന്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എല്ലാ കഴിവും ഈസാ നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അവൻ നിന്റെ കാൽ വഴുതാൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ. ഇപ്പൊ നമ്മുടെ കാല് വഴുതാനും അവൻ സമ്മതിക്കുന്നില്ല എന്ന്. അവൻ നിന്നെ കാക്കുന്നവനാണ് എന്ന്. ഉറങ്ങുകയില്ല, ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുകയില്ല എന്ന്. അത് അവരെ നാട്ടിലേക്ക് വന്ന ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളായതുകൊണ്ട് അവര് ആ ഒരു പേരിൽ അവിടെ പറയുന്നേ ഉള്ളൂ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഉറങ്ങുകയില്ല, അവനക്ക് മയക്കവും ഇല്ല. കർത്താവ് നിന്റെ കാവൽക്കാരനാണ്. അപ്പൊ അവന് ഉറക്കവുമില്ല, മയക്കവുമില്ല. അവ നിങ്ങളുടെ കാവൽക്കാരനാണ്. അപ്പൊ നമ്മള് ഈ ഭൂമിയിൽ നിന്നിട്ട് ഇപ്പൊ നമ്മളിത് ചിന്തിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമുക്കൊന്നും മനസ്സിലാവണില്ല. കുറച്ച് സമയം നമ്മളൊന്ന് സ്പേസിലേക്ക് പോവാന്ന് വിചാരിക്കും. അവിടെ നിന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അഥവാ ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളെയും അതിന്റെ നിശ്ചിത ഭ്രമണ പഥത്തിൽ അതിനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.